നമസ്തേ. ഇന്ന് നല്ലൊരു ദിവസം അല്ലേ? എല്ലാ ദിവസവും നമുക്ക് നല്ല ദിവസമാണ്. എന്നാലും ഇന്ന് മലയാള മാസത്തിന്റെ ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്റെ മകന്റെ ജന്മമാസവും കൂടിയാണ്. എന്റെ പേര് സിനി. ഞാൻ ഗുരുവായൂരിലാണ് താമസം. 3 വർഷമായി ഞാൻ RCMല് യാത്ര തുടങ്ങിയിട്ട്. ഇന്ന് സ്റ്റാർ അച്ചീവർ ആണ്. എന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിലനിർത്തി എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഞാനത് തുടങ്ങാണ്. എനിക്ക് എന്റെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹസ്ബൻഡ്, അതുപോലെ മകനാണുള്ളത്. മകന് 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പൊ 1 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഞാന് ഒരു IT പ്രൊഫഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. 13 വർഷത്തോളം ആദ്യം ജോലി ചെയ്തു. പിന്നെ മകൻ ഉണ്ടായത് കുറച്ച് വൈകിട്ടാണ്. അതിനുശേഷം പിന്നീട് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാൻ ജോലി ജോയിൻ ചെയ്തു പോകുന്ന സമയത്താണ് RCM എന്നിലേക്ക് വന്നത്. എന്നെ RCMലേക്ക് കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയത് ആംഗണ്ടിയൂരിന്റെ ഗ്രേറ്റ് ലീഡർ അജയ് ഘോഷ് സാറാണ്. അദ്ദേഹത്തെയും ഫാമിലിയും ഞാൻ ഈ സമയം വളരെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് ഏത് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആംഗണ്ടിയൂരിന്റെ പവർഫുൾ ലീഡർ പേൾ അച്ചീവർ ദാസൻ സാറും സീനമേഡാണ്. അവർക്കും ഞാൻ ഈ സമയം വളരെയധികം കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ എന്റെ മെന്റർ സജീവ് സാറിനെ കുറിച്ച് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് സാറിന്റെ ഒരു പവർ. തീർച്ചയായിട്ടും സാറിന്റെ ഒരു പവർ തന്നെയാണ് ഇന്ന് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇരുന്ന് സംസാരിക്കാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത്. താങ്ക് യു സജീവ് സാർ. മറ്റെല്ലാ ലീഡേഴ്സിനെയും നമിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഞാൻ ശരിക്കും ഒരു ആരോഗ്യ പ്രശ്നം, പൊതുവെ നമ്മളെല്ലാവരും RCMലേക്ക് കടന്നു വരുന്നത് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങളുടെ ആ ഒരു പരിഹാരത്തോടു കൂടിയായിട്ടാണ് നമ്മൾ വരിക. ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, RCMനെ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നാച്ചുറലി ഞാനും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തുടക്കത്തില്. എന്റെ മകനും ഉണ്ടായിരുന്നു. മകനൊരു ചെറുതായിട്ടൊരു തലകറങ്ങി വീഴുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അത് അവന് മാറി. അതിങ്ങനെ ഒരു 5 വയസ്സ് വരെ, 3.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഞങ്ങൾ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് EG ചെയ്തപ്പോ അവിടെ റൈറ്റ് സൈഡിൽ ബ്രെയിനിൽ ഒരു ഫിക്സിന്റെ സിംറ്റം ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തപ്പോ ശരിക്കും തകർന്നു പോയി. ശരിക്കും അതിനാണ് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കാൻ പറ്റില്ല. 2 മാസത്തെ മെഡിസിൻ തന്നു. അത് കഴിഞ്ഞിട്ടും എന്റെ മോൻ അതിന് ശേഷം വീണ്ടും തലകറങ്ങി വീഴുണ്ടായി. അതൊക്കെ അവന്റെ പഠിപ്പിനെയും മറ്റുള്ള കാര്യങ്ങളെ, അവന്റെ തുടർന്നുള്ള അവന്റെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ അത് ബാധിക്കും എന്നുള്ളത് ഡോക്ടേഴ്സ് പറയുകയും ചെയ്തു. ശരിക്കും പേടിയായി. അതുപോലെ തന്നെ എനിക്ക് IVF-ലൂടെയാണ് മകൻ ഉണ്ടായത്. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ ധാരാളം മെഡിസിൻസിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ലങ്സിന് പ്രശ്നം വന്നു. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരുമായിരുന്നു. ഇൻഹേലർ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരു ദൈവദൂതനെ പോലെ, ശരിക്കും ഈശ്വരനായിട്ട് തന്നെ ദാസൻ സാർ എന്റെ മുന്നിലേക്ക് വന്നതും സാറ് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന ആ ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തിയതും. അത് ഞങ്ങൾ കഴിച്ചു പോന്നു. ഞാനും മകനും 2 നേരം എല്ലാ ദിവസവും കഴിക്കും. ഞങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാല് ഏകദേശം 4 വർഷമാകുന്നു എന്റെ ഇൻഹേലർ ഞാൻ വലിച്ചെറിഞ്ഞിട്ട്. അതുപോലെ തന്നെ എനിക്ക് ശ്വാസം മുട്ട് അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് പനിയൊക്കെ വരും, പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞ് അത് മാറിപ്പോകും. അത് അത്ര വലിയ സാരമായിട്ട് ബാധിക്കാറില്ല. അതുപോലെ തന്നെ എന്റെ മകന്റെ കാര്യമാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അവന് ഇപ്പോൾ 11 വയസ്സാവാൻ പോണു. ഈ വയസ്സിനിടയിൽ, ആ 5.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ വയസ്സിനിടയിൽ അവനിക്ക് ഒരു തവണ പോലും ആ ഒരു തലകറക്കമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അവന്റെ എല്ലാ അസുഖങ്ങളും, അതായത് അവന് അലർജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എപ്പോഴും തുമ്മല് കാര്യങ്ങള്, കോൾഡ് എപ്പോഴും വരുമായിരുന്നു. അതുപോലെ തന്നെ പഠനത്തിൽ കുറച്ചു ബാക്കിലേക്കായിരുന്നു അവൻ. പക്ഷെ ഇപ്പൊ അവൻ കുറച്ചും കൂടി നല്ല പഠനത്തിൽ കുറച്ചും കൂടി മികവ് പുലർത്തുകയും എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് ഭയങ്കര ഉഷാറായിട്ട് അവൻ ഇപ്പൊ വന്നു തുടങ്ങി. എല്ലാറ്റിലും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവനെ കൊണ്ട് ശരിക്കും പൊറുതിമുട്ടുക എന്ന് പറയില്ല, അതുപോലെ ആയിരിക്കണം. അത്രയ്ക്കും ആക്റ്റീവായി അവൻ. അപ്പൊ താങ്ക് യു ന്യൂട്രിചാർജ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇതിലാണ് നമ്മൾ RCMലേക്ക് എത്തിയത്.
അപ്പൊ ഞാൻ ഇത് ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാല്, ഈ ഒരു എനിക്ക് ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറയുമ്പോൾ ഭയങ്കര പുച്ഛായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് നമ്മൾ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ ഇതിനെ ഞാൻ ഏറ്റെടുത്തത്, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് അമ്മമാരിലേക്ക്, കാരണം ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയപ്പോ അത് കുറെ അമ്മമാരിലേക്ക് ഞാൻ ഷെയർ ചെയ്തു. കുട്ടികളുള്ള കുറെ കഫക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പലരിലേക്ക് ഷെയർ ചെയ്തു. അവർക്കൊക്കെ റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോ ഞാൻ അറിയാതെ തന്നെ എനിക്ക്, ഞാൻ ബിസിനസ് ചെയ്യായിരുന്നു അവിടെ, ഞാൻ അതറിയാതെ തന്നെ എനിക്ക് റണ്ണർ എന്നൊരു പൊസിഷനിലേക്ക് ക്രമേണ ഞാൻ എത്തിച്ചേരുകയായിരുന്നു. അത് സെയിൽസിലൂടെ തന്നെയായിരുന്നു. കൂടുതൽ ആളുകളെ കണ്ടു, ജോയിനിങ് ചെയ്തു, അങ്ങനെ ഞാൻ റണ്ണറായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ എനിക്ക് കിട്ടുന്നത് 15,000 രൂപയായിരുന്നു. ഈ 15,000 രൂപ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മള് തലകുത്തി മറിഞ്ഞെടുത്തിട്ടും നമ്മൾക്ക് അതിൽ നിന്ന് അവര് ഒരു നല്ല വാക്ക് പോലും നമ്മളോട് പറയില്ല. പക്ഷെ ഇത് ഞാൻ ചെയ്തിരുന്നത് വെറും ഞായറാഴ്ചകളിൽ മാത്രം. ഒരു ഞായറാഴ്ച എനിക്ക് കിട്ടുന്ന വീട്ടിലെ സകല പണികളും കഴിഞ്ഞിട്ട് കുറച്ച് സമയമാണ് ഞാൻ പ്രൊഡക്ട്സും കൊണ്ട് പല വീടുകളിലേക്കും പോകുന്നത്. ആ ഒരു കുറച്ച് സമയം കൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ആ മാസം വന്നത് 13,700 രൂപയാണ്. അത് കണ്ടപ്പോ എന്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കിട്ടുന്നത് ഇതും പഴികളും മാത്രമാണ്. എന്നാൽ വെറും ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം മാത്രം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇത് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നിർത്തിയിട്ട് എനിക്ക് ഇതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ പറ്റിക്കൂടാ എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ RCM ഏറ്റെടുത്തത്. RCM ഏറ്റെടുത്തു. ഇന്ന് ഞാൻ സ്റ്റാർ അച്ചീവറിൽ നിൽക്കുന്നു. പക്ഷെ തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ സദാ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സൈഡായിട്ട് GTECിൽ വീണ്ടും എന്റെ IT പ്രൊഫഷനിലേക്ക് തന്നെ കയറി. GTECിലെ ഇപ്പോ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഏകദേശം ഒരു വർഷത്തോളായിട്ട്. പക്ഷെ ഇപ്പൊ ഞാനത് 10-ാം തീയതി അവിടുന്ന് ഞാൻ ആ ജോലിയെല്ലാം തീർത്ത് അത് അവർക്ക് കൊടുത്തിട്ട് പോന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ RCM എന്ന ആ ഒരു പ്രസ്ഥാനം അത് പണ്ടത്തെ പോലെയല്ല. അതിങ്ങനെ ഓരോ ദിവസവും നമ്മൾ അത്ഭുതപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്ലാനുകൾ, ഈ പുതിയൊരു പ്ലാൻ നമുക്ക് വന്നു അല്ലെ 2024. ആ പ്ലാനില് കഴിഞ്ഞ വർഷം പുതിയ പ്ലാൻ വന്നപ്പോ ചിലരൊക്കെ എങ്കിലും ചെറിയൊരു ആശങ്ക കാണിച്ചെങ്കിലും, പക്ഷെ അത് പിന്നീട് ചെയ്തു തുടങ്ങിയപ്പോ ആ ആശങ്കയിൽ പെട്ടു പോവാതെ ലീഡേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും അവരെ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല രീതിയിൽ ബിസിനസ്, കാരണം മുമ്പ് നമുക്ക് കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ ഏറ്റെടുത്തു. ഇപ്പൊ പൂർണ്ണമായും RCM. ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരിക്കാറില്ല. ഇപ്പൊ ഫുൾ ടൈം ഞാൻ RCMിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് എന്റെ ഒരു അച്ചീവ്മെന്റിന് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ഒരു വലിയ ടീമുണ്ട്. ആ ടീമിന്റെ അതിൽ ആരെങ്കിലും ഒരാള്, ഇപ്പൊ നമ്മുടെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമില് ഒരാളൊന്ന് തളർന്നു പോയാല് ശരിക്കും നമ്മുടെ ടീമിൽ ഇപ്പൊ നമ്മളൊരു കുടുംബമായാലും കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ എല്ലാവരും മൂഡ് ഓഫ് ആവും അല്ലെ. അതുപോലെ നമ്മൾ ആരെങ്കിലും ഒരാള് ടീമിൽ ഇതായി കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം ടീമിനെ നമ്മൾ റിയാക്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ്മയോടെ, അതായത് ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് വളരെ ശക്തിയോടെ എല്ലാവരും ഒത്തൊരുമയോടെ കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ നമ്മളൊരു ടീം എന്ന് പറയുന്നത് ശരിക്ക് എന്താണ്, ഒരു ടീം എന്ന് പറയുന്നത് ഒരു ഒത്തൊരുമ, ഒരു കൂട്ടായ്മ, അതായത് ഒരു സ്ഥാപനത്തിന്റെ കീഴിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മയോടെ കൂടെ ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് ടീം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ടുഗദർ, എല്ലാവരും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും, എവരിവൺ അച്ചീവേഴ്സ് മോർ, അതായത് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മൾ ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ടീമിലൂടെ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോ ഞങ്ങളുടെ ടീമില് ഞങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്തതല്ലേ നമുക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ
അതില് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അതായത് നമ്മള് ടീമിലുള്ളവരുമായിട്ട് ഇപ്പോ എന്താ പറയാ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എങ്ങനെയാണ് ടീമിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ ടീമില് പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരും വരും അല്ലേ? ചിലപ്പോ ക്വാളിഫിക്കേഷൻ ധാരാളം ഉള്ളവരുണ്ടായിരിക്കാം, ചിലപ്പോ ഒട്ടും അറിവില്ലാത്തവരുണ്ടായിരിക്കാം, സാമ്പത്തികമായി മുന്നോട്ടും താഴ്ന്നു നിൽക്കുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. മാത്രല്ല അറിവില്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരെ നമ്മളെ പോലെ ആക്കാൻ നമ്മൾ വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം ശരിക്കും. അപ്പൊ ശരിക്കും പറയാൻ മിക്സ്ചേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ടീമിൽ ഉണ്ടാവുക. ചിലപ്പോ നമുക്ക് ചില സമയത്ത് നമുക്കത് എന്താ പറയാ ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റണം. നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ലീഡേഴ്സിനോട് കൊടുത്തുകൊണ്ട് ലീഡേഴ്സിനെ കൊണ്ട് നമുക്കത് ഡീൽ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതൊരു കാര്യത്തിനും മുന്നേ നമ്മള് പറഞ്ഞു കഴിഞ്ഞ ഗുണങ്ങൾ, അതായത് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു ടീമിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നു, അപ്പൊ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ദേഷ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ അത് പ്രശ്നത്തിന് ഇടയാക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഭംഗിയല്ല. അപ്പൊ നമ്മൾ എപ്പോഴും അതിനൊരു ടൈം ഓഫ് കൊടുക്കണം. നമുക്കൊരു കൂളിംഗ് പീരീഡ്, നമുക്ക് നമ്മുടെ മനസ്സിനൊന്ന് തണുപ്പിക്കാനുള്ള ഒരു പീരീഡ് നമ്മൾ എടുക്കണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം അസോസിയേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് എപ്പോഴും താഴോട്ട് കൊണ്ടുവരണം, പോസിറ്റീവ് എപ്പോഴും നമ്മൾ മേലോട്ട് വിടാന് പാടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ടീമിലുള്ളവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് ടീമിൽ വേണ്ടത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എക്സലന്റ് ആവാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ഇപ്പോ കുറച്ച് സമയം നമ്മൾ RCMൽ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടുന്ന് വിട്ടുപോകും. വീണ്ടും നമ്മൾ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും RCMൽ വരുന്നു, വീണ്ടും നമ്മൾ വർക്ക് തുടങ്ങുന്നു, വീണ്ടും വിട്ടുപോകുന്നു. ഇത് ശരിക്കും ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു പരിപാടിയാണ് അല്ലെ? ഒരു 3-4 മാസം വർക്ക്ഔട്ട് ഇല്ല, പിന്നെ സ്റ്റോപ്പ് ചെയ്തു പോവുക വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുന്നില്ല, നമുക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഒരു സ്റ്റെബിലിറ്റി വരുന്നത് എപ്പോഴും ഒരു അച്ചീവ്മെന്റിൽ നിന്നാണ്. അപ്പൊ നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ടീമും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്റ്റേബിൾ ആയി നിൽക്കുന്ന, എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലീഡേഴ്സിന്റെ കൂടെയാണ് നമ്മളെ അസോസിയേറ്റ്സും കൂടെ നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ എപ്പോഴും മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവ്, അതിനെ നമ്മൾ പറയാ സാധാരണ എമ്പതി എന്ന് പറയും. ചിലപ്പോ അയാൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും, ഒരുപക്ഷെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോ ഈ മാസം ഒരു വോളിയം അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പലതും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിന്റെ ഒരു റൂട്ട് കോസ്, ആ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മൾ അവരോട് സ്നേഹപൂർവ്വം എന്താണ്, എന്ത് പറ്റി, അല്ല അങ്ങനെ ഒരു എന്തുകൊണ്ട്, അങ്ങനെ ഒരു വൈ നമ്മൾ 4-5 തവണ ആ ഒരു ചോദ്യം വളരെ സ്നേഹപൂർവ്വം നമ്മൾ അവരെ അടുത്തിരുന്ന് ചോദിച്ചറിഞ്ഞ്, ഒരു മീറ്റിങ്ങിന് ലേറ്റ് ആയി വന്നു, അല്ലെങ്കിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവരോട് ഈ രീതിയിൽ ഇടപഴകി എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതെങ്ങനെ എന്താ പറയാ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് അവരുടെ അടുത്തിരുന്നിട്ട് തന്നെ അത് സംസാരിച്ച് പരിഹരിക്കണം. എല്ലാവരും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, പല ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. അപ്പൊ അതെല്ലാം നികത്തി നമ്മളിൽ ഒരാളായി തന്നെ എല്ലാവരെയും കണ്ട് RCMൽ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ടീം ബിൽഡിങ്ങില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ്. 1 കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. 2 കൺസിസ്റ്റൻസി, ഉറച്ചു നിൽക്കുക.
നിലനിൽക്കുക ഈ പ്രസ്ഥാനത്തില്. മൂന്നാമത്തതാണ് നമ്മൾ പറഞ്ഞത് എമ്പതി. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് വേണം. അത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ട്രാക്കിംഗ്. ആ ട്രാക്കിംഗ് ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ടീം താഴോട്ട് പോകാനുള്ള കാരണം വരുന്നത്. അപ്പൊ അതായത് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ കയറിയാൽ കാണാം അല്ലെ. നമ്മുടെ സെൽഫ് പർച്ചേസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയാൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു, ഓരോ സെഗ്മെന്റുകളായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ എത്ര പേര് നമ്മുടെ ടീമിൽ നിലവില് 5000 PV ചെയ്യുന്നുണ്ട്, അത് നമ്മൾക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം. എത്ര പേര് ഡിസ്പ്ലേ വാള് ആക്റ്റീവായി നിലനിർത്തുന്നു. അപ്പൊ ഈ 5000 PV ചെയ്യുന്നവര് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അസറ്റാണ് നമ്മുടെ ടീമിന്. ചിലപ്പോ അവര് കാര്യമായിട്ട് ടീം ബിൽഡിംഗ് ഒന്നും ചെയ്യണ്ടാവില്ല, പക്ഷെ ആ ഒരു PV എന്ന് പറയുന്നത് ഓരോ മാസവും നമ്മുടെ ടീമില് വലിയൊരു അസറ്റാണ്. അത് ശരിക്കും വലിയൊരു വോളിയാണത് 5000 PV എന്ന് പറയുന്നത്. അപ്പൊ അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യണം. അതുപോലെ എത്ര പേരാണ് ഡിസ്പ്ലേ വാള് ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത്. അപ്പൊ ആക്റ്റീവായിട്ട് നിലനിർത്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് കുറെ മുമ്പ് ഡിസ്പ്ലേ വാള് കട്ടായി പോയി. അപ്പൊ അത് നമ്മള് മിനിമം നമ്മളൊരു 10,000, അതായത് 5000 രൂപയുടെ സെയിൽസും പർച്ചേസും നമ്മൾ ഒരേ മാസം ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ വാള് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ പർച്ചേസ് വരണം, സെയിൽസ് വരണം. അപ്പൊ അങ്ങനെ ഡിസ്പ്ലേ വാള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോന്ന്, എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ടെർമിനേറ്റ് ആയിട്ട് പോയവര് എത്ര പേരാണ്. അത് നമ്മളുടെ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ ആവണമെന്നില്ല. നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാർ മാത്രമല്ല, നമ്മുടെ താഴെ വരുന്ന എല്ലാവരും നമ്മുടെ ടീം തന്നെയാണ്. അപ്പൊ അതില് ആരൊക്കെ ടെർമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അവരെത്ര പേരുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവർ എത്ര പേര്. ഈ 4 കാര്യങ്ങളുടെ ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ടീമില് 5000 PV ചെയ്യുന്നവരെത്ര, അതുപോലെ തന്നെ ഡിസ്പ്ലേ വാൾ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നവർ ആരൊക്കെ, അതുപോലെ തന്നെ ടെർമിനേറ്റ് ആയിട്ട് പോയിട്ടുള്ള ഐഡികൾ അവരെ ആരൊക്കെയാണ്, എത്ര പേരാണുള്ളത്, അതിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ പുതുതായി ജോയിൻ ചെയ്തവരുടെ ഒരു ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഏതൊരു കാര്യവും ഏതൊരു ബിസിനസ് ആയാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ആവശ്യമാണ് അല്ലെ. ഇറ്റ്സ് ഓൺ ഡാറ്റ. ആ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന അവര് എല്ലാ മാസവും 10-ാം തീയതി നമുക്കൊരു മെസ്സേജ് അയക്കാം. എന്താ ചെയ്യണ്ടേ? അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ വളരെ വിജയകരമായിട്ട് താങ്കൾ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമ്മള് ചിലപ്പോ ബ്രോഡ്കാസ്റ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോ മെസ്സേജ് അയക്കുണ്ടാവുക, പക്ഷെ അവർക്ക് അത് കിട്ടുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് മെസ്സേജ് അയക്കുന്ന പോലെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഞാനത് ചെയ്തതിന് എന്നെ അഭിനന്ദിച്ചു, അല്ലെങ്കിൽ ഒരു അഭിനന്ദനം കിട്ടി, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പൊ എന്നോടൊരു കെയറിങ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ അത് സമയാസമയത്തിന് നമ്മൾ അത് ചെയ്യുക. അതുപോലെ തന്നെ എന്നും, അതായത് അത് മാത്രല്ല, ആ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഇനിയും തുടർന്ന് അങ്ങോട്ട് എന്തിനും ഒരു സപ്പോർട്ട്, എന്തിനും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന ഒരു സപ്പോർട്ട് അവർക്ക് വാഗ്ദാനം ചെയ്യണം. അവർക്കത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പൊ 100 PV ചെയ്യുന്നവരുണ്ടായിരിക്കാം, 1500 PV ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതുപോലെ 2500 ചെയ്യുന്നവരുണ്ടാവും, 5000 ചെയ്യുന്നവരുണ്ടാവും. ശരിക്കും 5000 ചെയ്യുന്നവരാണ് ശരിക്കും നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ശരിക്ക് അവര് ടീം ബിൽഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു സെക്കൻഡറി പാർട്ടാണ്. പക്ഷെ അവര് നമുക്ക് കൊണ്ടുവരുന്ന വോളിയം ചില്ലറയല്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരു മന്ത്ലി ട്രാക്കിംഗ് വേണം. അത് കൊഴിഞ്ഞു പോകുന്നുണ്ടോ, അത് എന്തുകൊണ്ടാണ്, അത് കഴിഞ്ഞ മാസം അവർ ചെയ്തു, ഈ മാസം അവർ ചെയ്തില്ല, ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്, അവർക്ക് നേരിടേണ്ടി വന്ന ഒരു അസൗകര്യം എന്താണ്, അതൊക്കെ നമ്മൾ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും നമുക്ക് ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ പിന്നെ ഡിസ്പ്ലേ വാളിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഡിസ്പ്ലേ വാള് ഒരു കാരണവശാലും നമ്മൾ വന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കൊടുക്കരുത്. പെട്ടെന്നൊന്നും ഡിസ്പ്ലേ വാള്
കൊടുക്കരുത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ആ വരുന്ന ആള് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ അത് നമുക്ക് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ വാള് കൊടുക്കാൻ പാടുള്ളൂ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ അവര് തയ്യാറാണോ, അവര് ഫീൽഡിൽ ഇറങ്ങുന്നവരാണോ, അതുപോലെ തന്നെ സെയിൽസിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണോ, ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഒരു ഡിസ്പ്ലേ വാള് തുടങ്ങാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അവര് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. ഇനിയിപ്പോ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടൈപ്പ് ആളുകളാണ്, പല ആറ്റിറ്റ്യൂഡ്, പല മൈൻഡ് സെറ്റ്, പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് നമ്മുടെ ടീമിൽ ഉണ്ടാവുക. പക്ഷെ എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. പക്ഷെ അവര് ആര് വന്നാലും നമ്മുടെ RCMൽ വന്നാലും ഒരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ലീഡേഴ്സിന്റെ ആ ഒരു ശില്പത്തെ കൊത്തിയെടുക്കണ പോലെ അവരുടെ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ ലീഡേഴ്സ് ഓരോരുത്തരെയും പാകപ്പെടുത്തി ആ ഒരു RCMലുള്ളവരെല്ലാം ഒരേ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ആൾക്കാരാക്കി മാറ്റാന് പ്രാപ്തരാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവരെ മാറ്റിയെടുത്തതിന് ശേഷം മാത്രം അവർ പ്രാപ്തരായി എന്ന് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഡിസ്പ്ലേ വാള് കൊടുക്കേണ്ടത്. ആ ഒരു കാരണവശാലും കയറി വരുമ്പോഴത്തേനും നമ്മൾ ഡിസ്പ്ലേ വാള് കൊടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ലുകളൊന്നും ഇല്ലാത്തവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഡിസ്പ്ലേ വാള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ സെയിൽസ് ആൻഡ് പർച്ചേസ് എല്ലാ മാസവും ആക്റ്റീവായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ടെർമിനേറ്റ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ അവര് നമ്മൾ ശരിക്കും പുതിയൊരാളെ കണ്ടെത്തിയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി പോലും വേണ്ട ടെർമിനേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഐഡിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ അതായത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ടെർമിനേറ്റ് ഐഡികളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. മുമ്പൊന്നും എനിക്ക് ലീഡേഴ്സ് എല്ലാവരും പറയും, ക്ലാസ്സുകളിലൊക്കെ പറയും, നിങ്ങള് കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം, ടെർമിനേറ്റ് ID ലിസ്റ്റ് ഉണ്ടാക്കണം, ഓരോരോ ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ പറയുമ്പോഴൊക്കെ അത് കേട്ടിരിക്കുന്നല്ലാതെ ഞാൻ ഇതുവരെ ചെയ്യാറില്ലായിരുന്നു. ഇതുവരെ മീൻസ് കുറെ കാലങ്ങൾക്ക് കുറച്ചു കാലം മുമ്പ് വരെ ഞാനത് ചെയ്യാറില്ലായിരുന്നു. അപ്പൊ തോന്നുന്ന ആരാണെങ്കിലും അവരെ പോയി സിസ്റ്റം പറയുന്ന പോലെ ചിട്ടയായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മുടെ ടീമില് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. നമ്മുടെ കൂടെ ആളുകൾ കൂടാൻ തുടങ്ങി. അത് അനുഭവിച്ചറിഞ്ഞപ്പോ തന്നെ അത് ഞാൻ കൂടുതൽ മികവാർന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ടെർമിനേറ്റ് ഐഡികള് കണ്ടെത്തി അവരെ വിളിച്ചു ടെർമിനേറ്റ് ചെയ്യും. അത് നമുക്ക് ടെർമിനേറ്റ് ID ആക്റ്റീവ് ആക്കാൻ 1000 PV ആണ് വരും. പക്ഷെ അവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 4000 രൂപയുടെ, അതായത് 2000-ന് മേലെ PV ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അവര് തിരിച്ച് ടീമിലേക്ക് വരികയും ആ ഒരു കൺസിസ്റ്റൻസി പർച്ചേസിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവരെ ടെർമിനേറ്റ് ഐഡികൾ കൂടുതലും ആക്ടിവേറ്റ് ചെയ്തത്. കാരണം അവരെ ഒന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവം വളരെ സൂപ്പർ ആയ ഒരു സാധനമാണ്. അത് 1500 PV ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം തുടർച്ചയായി ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഫ്രീ പ്രൊഡക്റ്റും ഇങ്ങനെയുള്ള എന്താ പറയാ കാര്യങ്ങളും ഉണ്ട് എന്ന് അവരെ അറിയിച്ചപ്പോ അവര് ചെയ്യാൻ തയ്യാറായി. അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ ഈ കഴിഞ്ഞ മാസം ഞാൻ 5 ടെർമിനേറ്റ് ID ആക്ടിവേറ്റ് ചെയ്തു. അതിലൊരാൾ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് ടീം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങളുടെ ടീമില്. അത് മറ്റാരുമല്ല, സ്റ്റാർട്ടർ അച്ചീവർ ആയിട്ടുള്ള ഗുരുവായൂരിലെ നയനമേടാണ്. അപ്പൊ നമ്മൾ ടെർമിനേറ്റ് ID കൊണ്ടുവരുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല, കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. കാരണം അവർക്ക് ഓൾറെഡി കുറച്ച് അറിയാം. അപ്പൊ അതിന്റെ കൂട്ടത്തില് അവര് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സോറി, ഒരു കോൾ വന്നു. അകലെ ഇരുന്നിട്ടായാലും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പണി വേഗം എളുപ്പമാവും അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോ. അപ്പൊ നിങ്ങളെല്ലാവരും ഈ PV കൂട്ടാനായിട്ടുള്ള കാര്യത്തിലേക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ടെർമിനേറ്റ് ഐഡികളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള. പല കാരണങ്ങൾ കൊണ്ട് ടെർമിനേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. ചിലപ്പോ അവരെ കൊണ്ടുവന്നവര് ചിലപ്പോ ഈ സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നാലും നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാം.
ചിലപ്പോ നമ്മൾ തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചവരായിരിക്കാം. അന്ന് നമുക്ക് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് പറ്റാത്തത് കൊണ്ടും അവർ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വിട്ടുപോയവരായിരിക്കാം അവര്. പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് അവരെ പോയി കണ്ട് സംസാരിച്ച് അതിലൂടെ അവര് തിരിച്ചു വരും, ഉറപ്പാണത്. അപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയും പുതിയ പുതിയ ടെർമിനേറ്റ് ഐഡികളുള്ള ആളുകളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ടീമിനെ ശരിക്കും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും നല്ലൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാനും പറ്റും. ഇത് സെപ്റ്റംബർ മാസമാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അച്ചീവ്മെന്റിന്റെ മാസമാണ് ശരിക്കും സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു സെപ്റ്റംബർ മാസത്തിലെ ഇന്നിപ്പോ പകുതി കഴിഞ്ഞു ശരിക്കും. ഇന്ന് 18-ാം തീയതിയാണ്. ഇനിയും വളരെ കുറച്ച് ദിവസമാണുള്ളത്. അപ്പൊ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇനിയും വൈകിട്ടില്ല ശരിക്കും പറഞ്ഞാല്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇനിയും ടെർമിനേറ്റ് ഐഡികളെ കോണ്ടാക്ട് ചെയ്യും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ കൺസിസ്റ്റൻസി പർച്ചേസിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ശരിക്കും ആ ഒരു PVയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ നമുക്കും അതൊരു മുതൽക്കൂട്ടാവും നമ്മുടെ ടീം അച്ചീവ്മെന്റിനും ഡെവലപ്മെന്റിനും. അപ്പൊ അങ്ങനെ നമ്മൾ ടെർമിനേറ്റ് ഐഡികൾ ആക്ടിവേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ ബിസിനസ്സിന് വളരെയധികം ഗുണം ചെയ്യും. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ട്രാക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ, ഒന്ന് ടെർമിനേറ്റ് ഐഡി ആക്ടിവേറ്റ് ചെയ്യുക, ഡിസ്പ്ലേ വാള് എപ്പോഴും നമ്മൾ വളരെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഡയമണ്ട് ക്ലബിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ അതുപോലെ കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യുന്നവരെ നമ്മൾ മുടങ്ങാതെ തന്നെ ശ്രദ്ധിക്കണം. അവരാണ് ശരിക്കും നമുക്ക് PV ജനറേറ്റ് ചെയ്ത് ബിസിനസ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്, ശരിക്കും കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യുന്നവരിലൂടെയാണ്. ഇപ്പൊ നമ്മൾ പറയും, അതായത് TCG പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ്, നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ബേട്ട ജൂട്ട് ബോൽ സക്ത, ഡാറ്റ ജൂട്ട് നെഹി ബോലേഗ. അതായത് മകൻ ചിലപ്പോ നുണ പറഞ്ഞേക്കാം, പക്ഷെ നമ്മള് ഒരു ഡാറ്റ കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. ഇത്രയും ഡാറ്റാസ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം, അതെപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം, അതെപ്പോഴും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാനും ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാല് ഇപ്പൊ ഇപ്പൊ ടീം ഡെവലപ്പ് ചെയ്യണ കാര്യം പറയുമ്പോ, ഇപ്പൊ ടീമിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ ആദ്യമൊക്കെ താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, ചമ്രം പടിഞ്ഞിരുന്നിട്ട്. അപ്പൊ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വന്നപ്പോ കസേരകൾ വന്നു. പിന്നെ അത് കയ്യിൽ പിടിച്ച് കഴിക്കുന്നു. അപ്പൊ അത് കയ്യിൽ പിടിച്ച് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ടേബിൾ വന്നു. ടേബിളിൽ ഇരുന്ന് അത് കഴിക്കുമ്പോ വെളിച്ചമില്ല, അപ്പൊ വെളിച്ചം വന്നു. അപ്പൊ ചൂടെടുക്കുന്നു, അപ്പൊ ഫാൻ വന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സൈക്കിളുകൾ വന്നു, പിന്നെ മോട്ടോർ വാഹനങ്ങൾ വന്നു. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങള് അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു പ്രശ്നം ഒരു ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ അതിനെ, അല്ലെങ്കിൽ RCMൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ശരിക്കും പറഞ്ഞ പ്രശ്നം ഉണ്ടാവണം. ടീമിലായാലും കുടുംബത്തിലായാലും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം. എന്നാലാണ് നമുക്കത് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് വിജയകരമായിട്ട് പോകാൻ പറ്റുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ RCMന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 2011 RCM മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്ത ഒരവസ്ഥ വന്നു. ആ സമയത്ത് എന്തുണ്ടായേ, അതിലുണ്ടായിരുന്ന ഒരുപാട് പേര് ആ RCM ആ ഒരു സിസ്റ്റം വിട്ടുപോയി. കുറെ പേര് വേറെ ജോലിക്ക് പോയി. പക്ഷെ ആ ഒരു സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ കുറച്ചു പേരെങ്കിലും അതിനുവേണ്ടി, അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം അതിനെ സമരം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തിരിച്ച് RCM വീണ്ടും ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തു. അതിലൂടെ ആ സമയത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് പിടിച്ചു നിന്ന ലീഡേഴ്സാണ് നമ്മുടെ CRN മൂർത്തി സാറും സഫയർ, അതുപോലെ തന്നെ നമ്മുടെ ഗോപകുമാർ സാറ്, അതുപോലെ സുജിത് സാറ്, റൂബി ബിനു സാറ്, രാജൻ സാറ്, അങ്ങനെ കുറെ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ സീനിയർ ലീഡേഴ്സും ആ സമയത്ത് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് വന്നവരാണ് ശരിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ
നമ്മൾ ആ പ്രശ്നത്തിനെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നമുക്ക് കഴിയണം. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാവും. നമ്മളിപ്പോ ടീമിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന്, അതായത് ഇപ്പൊ നമ്മൾ ശരിക്കും പറയുമ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് റൈറ്റ് ട്രാക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണെന്നാണ് നമ്മൾ പറയാ. അതായത് അപ്പോഴാണ് ശരിക്കും ഐഡിയാസ് വരുള്ളൂ. ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, വേറൊരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മാറ്റം നമ്മുടെ സിസ്റ്റത്തിൽ വന്ന സമയം അതേതാണ്? ഇപ്പോ നമ്മള് 2023 കമ്പനി പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നു അല്ലെ. പ്ലാൻ മാറി. നമ്മൾ ജസ്റ്റ് ഒന്നൊരു അങ്കലാപ്പിലായി ചെറുതായിട്ടെങ്കിലും. ചിലവരൊക്കെ അയ്യോ കിട്ടിയിരുന്നത് ഒക്കെ കുറഞ്ഞു, പെർസെന്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിലവര് വിട്ടു നിൽക്കാൻ ശ്രമിച്ചു അല്ലെ. പക്ഷെ അതൊരു പ്രശ്നമായിട്ടല്ല കാണണ്ടേ. ഏത് പ്രശ്നത്തിനും അതിന്റെ മുന്നിൽ ഒരു സാധ്യതയുണ്ട്. അതൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. അപ്പോ എന്ത് പ്രശ്നം വന്നാലും പ്രശ്നത്തെ പേടിച്ച് ഒളിച്ചോടാതെ ആ ഒരു പ്രശ്നത്തെ നമ്മൾ പരിഹരിച്ചുകൊണ്ട്, അതിനെ പഠിച്ചുകൊണ്ട്, അതിനെ ഓവർകം ചെയ്തുകൊണ്ട്, അതിനൊരു സാധ്യത അപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനൊരു അവസരമായി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങള് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും, അതായത് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖല മാത്രം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 2025 കണക്കാണ് കേട്ടോ. അതായത് ടേൺ ഓവർ എന്ന് പറയുന്നത് 64,500 കോടിയോളമാണ് നമ്മുടെ 2025 ഡയറക്ട് സെല്ലിംഗ് മാത്രം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ RCMക്കാരെ ഏറ്റവും മുൻനിരയിൽ തന്നെയുണ്ട്. അതിൽ നമ്മള് ഏറ്റവും മുൻനിരയിൽ തന്നെയുണ്ട്, നമ്മുടെ ടീം, കേരള ടീം. അപ്പോ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ വരാൻ പോകുന്ന ആ ഒരു മുന്നേറ്റത്തിനെ നേരത്തെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സീറ്റുകളും ഉറപ്പാക്കുക. മാറി നിൽക്കരുത്. നമ്മള് ആ ഒരു ആ വലിയൊരു മുന്നേറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിലെ ഓരോ ഓരോ കാര്യത്തിലും നമ്മളെല്ലാവരും ഉൾപ്പെടും. അപ്പൊ നമ്മളതിൽ മാറി നിൽക്കാതെ ആ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മുടെ RCMന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്തത്ര, അതായത് ലോകത്ത് 464 കമ്പനികളില്, ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് 464 കമ്പനികളില് RCM എന്ന കമ്പനി അതിൽ ഒരു കമ്പനിയാണ്. അപ്പൊ അതിൽ നമ്മൾ പറയുമ്പോൾ ശരിക്കും മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്. വലിയൊരു അനുഗ്രഹമാണ് നമുക്കത്. അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയധികം പ്രൊഡക്ട്സ് ഉള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വേറെ ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയും. ഇപ്പൊ FMCGയുടെ സെക്ടറിലാണെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് FMCG പ്രൊഡക്ട്സിൽ, ആ സെക്ടറിൽ നിൽക്കുന്നത് RCM തന്നെയാണ്. പെയിന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി പെയിന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും വേറൊരു കമ്പനിയും പെയിന്റ് കൊണ്ടുവന്നിട്ടില്ല, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അതും RCM തന്നെയാണ് കൊണ്ടുവന്നത്. ഒരു കമ്പനിയും ഇപ്പൊ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട്, ഒരു തുണിത്തരത്തിൽ നിന്നാണ് തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ആയിട്ട് തുടങ്ങിയിട്ട്, അതിൽ നിന്ന് തുടങ്ങി ഇപ്പോ 4,500-ലധികം പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. അതിന് തന്നെ തരം തിരിച്ചു പറയുകയാണെങ്കിൽ 30,000-ലധികം ഉണ്ട്. അപ്പൊ ആ 4,000 ഇത്രയും പ്രൊഡക്ട്സ് ഉള്ള ഈ ഒരു കമ്പനി വീണ്ടും വീണ്ടും കൂടുതൽ പ്രൊഡക്ട്സ് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഭമില്ലാതെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കമ്പനി പിന്നെയും വേറെ പ്രൊഡക്ട്സ് ഇറക്കിക്കൊണ്ടിരിക്കുമോ? ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പൊ RCM ശരിക്കും അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തില്. അതിന്റെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരു വളർച്ചയുണ്ടാവും. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ RCMൽ പ്രവർത്തിക്കുന്നത്. വരും സമയങ്ങളിൽ ആ ഒരു എന്താ പറയാ,
ആ ഒരു വർക്കിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടീമിലും നമ്മുടെ എല്ലാവരുടെ ടീമുകളിലും അത് കൊണ്ടുവരാനും കാണിക്കാനും നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് ഇത്രയും, അതായത് ഇപ്പൊ ന്യൂട്രിചാർജിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ന്യൂട്രിചാർജിന്റെ പ്രൊഡക്ട്സ് പലതും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തുളസി പെയിന്റ് വരികയാണെങ്കിലും വേൾഡ് റെക്കോർഡിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് തുളസി പെയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോ, RCMന്റെ ഈ ഒരു 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോ, അല്ലെങ്കിൽ 24 വർഷം പിന്നിട്ട് നിൽക്കുമ്പോ 4 കോടിയിലധികം ജനങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തു. അതന്നെ ഈ കമ്പനിയുടെ വലിയൊരു വളർച്ചയാണ്. ഇനിയും ആളുകള് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനിയുടെ കൂടെ നമുക്കും ഒപ്പം അതിനോട് കമ്പനിയുടെ എല്ലാ സിസ്റ്റം പാലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ലീഡേഴ്സിന്റെ എല്ലാ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർ പറയുന്നത് ചെയ്തുകൊണ്ട് RCMൽ നമുക്ക് മുന്നേറാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും ഇനിയും എന്താ പറയാ ശങ്കിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഇനിയും നമ്മൾ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ വൈകിട്ടില്ല. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. ഈ മാസം ഈ ഒരു 14 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ഗിരീഷ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊന്ന് ഒരു 5 വർഷം അല്ലെ, അത് സാറ് വെറുതെ അല്ല പറയുന്നേ, സാറ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് സാർ തന്നെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ ഓരോ ലീഡേഴ്സും, ഇപ്പൊ സജിൻ സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷൈൻബാബു സാർ ആയിക്കോട്ടെ, ദാസൻ സാർ ആയിക്കോട്ടെ, സുന്ദരൻ സാർ ആയിക്കോട്ടെ, ഏത് സാറിന്റെ ഏത് സീനിയർ ലീഡേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും തന്നെ സാധാരണക്കാരാണ്. ശരിക്കും അവര് ബേസിക്കലി ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവര് അസാധാരണക്കാരായി മാറി. എങ്ങനെ? RCM ആണ് അവരെ മാറ്റിയെടുത്തത്. അതിനുള്ള ഒരു മനസ്സും അവര് കാണിച്ചു. അവരിരുന്നു കൊടുത്തു, അവര് യാത്ര ചെയ്തു, എല്ലാ പ്രതിസന്ധികളെയും അവര് തരണം ചെയ്തു. അവര് ആ ഓരോ അച്ചീവ്മെന്റിലേക്ക് എത്തി നിന്നിട്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മളോട് ചെയ്യാനായിട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ശങ്കിക്കുന്നത്? അപ്പൊ അങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ലീഡേഴ്സിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോ അതേപോലെ, അതായത് ഞാനും ഒരു സാധാരണക്കാരിയാണ്. ആ ഒരു അസാധാരണത്വത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാനും ലീഡേഴ്സിനെ ഫോളോ ചെയ്യണം, ഞാനും ലീഡേഴ്സിന്റെ ഒപ്പം നിൽക്കണം. തീർച്ചയായിട്ടും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരും നമ്മളെ കൈപിടിച്ച് ഉയർത്തി അങ്ങനെ മുന്നോട്ട് പോകും. ആ കാര്യത്തില് ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ ഒരു 5 വർഷം ശരിക്കും കൺസിസ്റ്റൻസി ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിലെ ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു 5 വർഷം നിന്നാല് അതിന്റെ ഇടയിൽ നമ്മൾ ഒന്നും നോക്കണ്ട. ചിലപ്പോൾ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഇതല്ല, നിങ്ങൾ RCM അല്ല മറ്റേതെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും ലാഭനഷ്ടങ്ങൾ വരാറില്ലേ? അതുവരെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ആ ജോലി ഉപേക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ഏക വരുമാന മാർഗമാണത് അല്ലെ? അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നങ്ങൾ വന്നാൽ കുടുംബം വേണ്ടാന്ന് വെക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ RCMലായാലും, RCM നമ്മളൊരു ശരിക്കും നമ്മുടെ ഒരു ജോലിയാണ് അല്ലെ? നമ്മളത് എന്തിനേക്കാളും ഇപ്പൊ നമ്മുടെ കുടുംബത്തിനേക്കാളെന്ന് പറയാം. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രിഫറൻസ് കൊടുക്കണം. പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ നമുക്ക് RCMന് പ്രാധാന്യം കൊടുക്കാൻ പറ്റും. മുമ്പ് ഞാൻ പലപ്പോഴൊക്കെ മുമ്പ് ശങ്കിച്ചിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മുന്നോട്ട് പോകാൻ പറ്റണേ? പല ലീഡേഴ്സിനെയും കാണുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധിക്കണേ? ഇവരുടെ കൂടെ എങ്ങനെയാണ് ആളുകൾ വരുന്നേ? എന്റെ കൂടെ ടീം ഇല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ എന്നെ പോലെ വർക്ക് ചെയ്യാനായിട്ട് ആരും വരുന്നില്ലല്ലോ. ഇതൊക്കെ എന്റെ ചോദ്യങ്ങളായിരുന്നു എന്നോട് തന്നെ ഉള്ളത്. അങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് പിൻവലിയാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് പിന്നെ പോകെ നമ്മുടെ ലീഡേഴ്സിന്റെ ഓരോ ക്ലാസ്സുകളിലും അവരുടെ ലൈഫും നേരിട്ട് കണ്ടുകൊണ്ട് നമുക്കതൊക്കെ ഇത് നമുക്കും പറ്റും. അവരും നമ്മളെ പോലെ തന്നെയായിരുന്നു. അപ്പൊ അവരിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് സാധിക്കും എന്നുള്ള ആ ഒരു ബോധം എനിക്ക് ശരിക്കും, ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു തിരിച്ചറിവ് ശരിക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി ഒന്നും ഞാൻ നോക്കുന്നില്ല. തീർച്ചയായിട്ടും 5 വർഷം ശരിക്കും പൊരുതും. ആ 5 വർഷത്തിന് ശേഷം ഞാന്
ആ ഒരു എന്റെ ബെസ്റ്റ് വെർഷൻ ഞാൻ RCM കാണിക്കും. അവിടെ നിന്നുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അഭിമാനിക്കാം. നിങ്ങളും അങ്ങനെ ആവും. ആ ഒരു 5 വർഷം ശരിക്കും നിങ്ങൾ പ്രയത്നിക്കൂ. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ജോലിക്ക് പോയിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? വേറൊരു ജോലിക്ക് പോയിട്ട് നമ്മൾ കുടുംബം പോറ്റുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ RCM നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രസ്ഥാനം, മഹത്തായ പ്രസ്ഥാനം, ഇത്രയും നന്മയുള്ള പ്രസ്ഥാനം നമുക്ക് ആരോഗ്യം തരുന്നത് വേറെ എവിടെയാണുള്ളത്? ഏതൊരു ബിസിനസ് മേഖലയിൽ നോക്കിയാലും അവരുടെ വയറ് വീർപ്പിക്കാനും അവരുടെ കീശ വീർപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും നമ്മൾക്ക് നല്ലതിന് വേണ്ടി അവരാരും ഒന്നും ചെയ്യില്ല. എന്താ RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തില് TCG ശരിക്കും വിഭാവനം ചെയ്യുന്നത്? അദ്ദേഹം കാണുന്നത് എന്താണ്? ജനങ്ങളുടെ നന്മയാണ്, ജനങ്ങളുടെ ആരോഗ്യമാണ്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം. RCM വെറും ഒരു ബിസിനസ് അല്ല, ശരിക്കും അതൊരു എന്താ പറയാ, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങളെ പൂർണ്ണമായിട്ടും, അതായത് ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ, നവഭാരത നിർമ്മാണം, ആ ഒരു പ്രയത്നമാണ് ഇപ്പോൾ RCM TCG നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ലീഡേഴ്സ്. നമ്മൾ ഒരിക്കലും നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് വിൽക്കുക, പൈസ വാങ്ങിക്കുക, നമുക്ക് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, ഇത് മാത്രമല്ല, ഇതിൽ വലിയൊരു മഹത്തായ വലിയൊരു കാര്യം കൂടി ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് ഇന്ത്യയെ സേവിക്കാൻ, ഇപ്പൊ നമ്മുടെ ആർമിയിൽ നിന്ന് വന്ന ആളാണ് നമ്മുടെ ഗിരീഷ് സാറ്, അല്ലെ? അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സേവിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ രാജൻ സാറ്, നമ്മുടെ മൂർത്തി സാറ്, ബിനു സാറ്, അങ്ങനെ ഒരുപാട് സാർമാര്, അവർക്കൊക്കെ നമ്മുടെ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു മഹത്തായ ഒരു സമയം അവർക്കുണ്ടായി, ഒരു സന്ദർഭം ഉണ്ടായി. പക്ഷെ നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ല. അതിന് നമുക്ക് ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് TCG RCM. അത് നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്ത് ആ പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട്, നന്മയുള്ള മനസ്സുകളെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട്, സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട്, ചിലപ്പോ നമ്മള് മനുഷ്യരാണല്ലേ, നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് തെറ്റുകളൊക്കെ പറ്റും. ഇപ്പോഴും ചിലപ്പോ എനിക്ക് ഇനിയും ചിലപ്പോ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പോ ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ അത് തിരുത്താൻ നമ്മുടെ കൂടെ ലീഡേഴ്സ് ഉണ്ട്, നിന്നു കൊടുക്കണം നമ്മള്. അത് തിരുത്താനായിട്ട് നിന്നു കൊടുക്കുകയും തിരുത്തുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടാവും. അല്ലാതെ ചുമ്മാ ലീഡേഴ്സ് പറയുമ്പോ തിരിഞ്ഞെന്ന് മുറുമുറുക്കുന്ന അതല്ല വേണ്ടേ. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട്, സിൻസിയർ ആയിട്ട്, പുറത്തും അകത്തും ഒരുപോലെ തന്നെ ആയിരിക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് എന്തായാലും ഈശ്വരൻ അതിനുള്ള ഗുണം തരും എന്നതിൽ ഒരു സംശയവും. ഇപ്പൊ ചിലരോട് നമ്മൾ RCM പറയുമ്പോ നമ്മൾ പറയും, ഇതില് എത്ര രൂപ വരുമാനം കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പ്ലാൻ ബുക്ക് ഒക്കെ ചിലപ്പോ അവരെടുത്ത് നോക്കും. അപ്പൊ പറയും ഇതിൽ 50 ലക്ഷം വരെയൊക്കെ കിട്ടൂലേ, അങ്ങനെ പറയും. അപ്പൊ പറയും നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല, 50 ലക്ഷം രൂപ കിട്ടണം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കും, അല്ലേ? ഞാനൊരു കഥ പറയാം. അതായത് ഒരു കിണറ്റിൽ താമസിക്കുന്ന ഒരു തവള, അതായത് കിണറ്റിൽ മാത്രമാണ് ആ തവള താമസിച്ചിരുന്നത്. അവിടെ കിണർ ഭരിച്ചുകൊണ്ടിരുന്ന തവളയായിരുന്നു. അപ്പൊ അവിടെയുള്ള മറ്റ് ജീവികളുടെ എല്ലാം വലിയൊരാളെന്നുള്ള രീതിയിലാണ് ഈ തവള അവിടെ ഇരുന്നിരുന്നത്. ആ സമയത്ത് അവിടേക്ക് കടലിൽ നിന്ന് ഒരു തവള വന്നു. അപ്പൊ ചോദിച്ചു, നീ എവിടെ നിന്നാ വരുന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കടലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. കടലെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അതൊരു വലിയ ജലാശയമാണെന്ന് കടലിൽ നിന്ന് വന്ന തവള പറഞ്ഞു. അപ്പൊ കിണറ്റിൽ നിന്നിരുന്ന തവള ചോദിച്ചു, ആ തവള നിന്നിടത്ത് നിന്ന് ആ കല്ലിൽ നിന്ന് ഇപ്പുറത്തെ കല്ലിലേക്ക് ഒരു ചാട്ടം ചാടി. എന്നിട്ട് ചോദിച്ചു, ഇത്രയും വരുമോ നീയാ പറഞ്ഞ കടല്? അപ്പൊ അതെന്താ നമ്മൾ മനസ്സിലായത്? അപ്പൊ ലോകം കണ്ടവനും ലോകം കാണാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത്, അല്ലെ? ആ കിണറ്റിൽ, ആ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് ആ ഒരു ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന ആ തവളയ്ക്ക് അത്രേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ ഈ RCM ആവുന്ന ഈ ഒരു സാഗരത്തില് നീന്തി തുടിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ
ഈ പറഞ്ഞ ഒരു ലെവലിലേക്ക്, ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. അത് ശരിക്കും ദൈവാനുഗ്രഹവും മനസ്സിന് നന്മയുള്ളവർക്കും ആത്മാർത്ഥതയുള്ളവർക്കും മാത്രമാണ് ഇതിലേക്ക് വരാൻ സാധിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അത്തരത്തിലുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ പവർഫുൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആ കിണറ്റിലൊരു പൊട്ടത്തവളയായിട്ട് ജീവിക്കാതെ നമ്മൾ ആ ഒരു സാഗരത്തിലെ ഒരു കടലാകുന്ന ആ ഒരു സാഗരത്തില്, ആ ഒരു അറിവാകുന്ന ഒരു സാഗരത്തില് നമ്മൾ നീന്തി കയറാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് അങ്ങനെ ഒരു മനസ്സുള്ളവരായിട്ട് തീരാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ അബ്ദുൽ കലാം ജി പറയാറുണ്ട് എപ്പോഴും, എന്താ പറയാ, അത് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞതാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. ഞാനത് തമിഴിൽ പറയാം. ഉറക്കത്തിലെ വരുവതല്ല കനവ്, ഉന്നെ എന്നെ ഉറങ്ക വിടാമൽ ചെയ്വതാൻ കനവ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, എന്നെയും നിന്നെയും ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അത് നമ്മുടെ ഗിരീഷ് സാറ് നമ്മളെ ശരിക്കും, നമ്മള് ആദ്യമായിട്ട് ഞാൻ ഈ RCMൽ വന്നിട്ട്, ഞാൻ ആ കോവിഡ് ടൈമിലാണ് RCMലേക്ക് വരുന്നത്. ആ സമയത്തൊന്നും എനിക്ക് ഫിസിക്കൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ തളിക്കുളത്ത് ഒരു ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അത് നമ്മുടെ ഗിരീഷ് സാറിൻ്റെതായിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു, സ്വപ്നങ്ങളുടെ രാജകുമാരനാണ് വരുന്നത്. അറിയില്ല, നമുക്ക് RCM എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോ അത്ര വലിയതൊന്നും ആക്കിയില്ല. പക്ഷെ അന്ന് സാർ സ്വപ്നങ്ങൾ എഴുതിച്ചു നമ്മളെ കൊണ്ട്. പക്ഷെ അങ്ങനെ വെറുതെ സ്വപ്നങ്ങൾ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുക മാത്രമല്ല സാർ ചെയ്യുന്നത്. ആ സ്വപ്നങ്ങളെ നമ്മളെ താലോലിച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കാനും അതിനുവേണ്ടി നമുക്ക് എന്നും ആ ഒരു സ്വപ്നങ്ങളെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറാനും സാറിന്റെ ജീവിതത്തിലൂടെ തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി സാർ പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ സ്വപ്നത്തില് സാറിന്റെ വീടിന്റെ മുകളില് ഹെലികോപ്റ്റർ സാറ് ഇറക്കുന്നു. അത് സാർ ചെയ്തിരിക്കും. പറയുന്നത് ചെയ്യുന്നതാണ് ലീഡേഴ്സ്. പറയുന്നത് മാത്രമേ നമ്മുടെ ലീഡേഴ്സ് ചെയ്യാറുള്ളൂ, ചെയ്യുന്നത് മാത്രമേ അവര് പറയാറുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശരിക്കും ലീഡേഴ്സിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ നമ്മളെ തളർത്താൻ ഒരുപാട് പേര് വരും, പുച്ഛിക്കാൻ 100 പേര് വരും. പക്ഷെ ജയിക്കണമെങ്കിൽ നമ്മൾ ഒരൊറ്റ ആള് വിചാരിച്ചാൽ മതി നമുക്ക് ജയിക്കാൻ. എല്ലാവരും പുച്ഛിക്കും. നീ ഇപ്പൊ വേറെ ഒന്നും കിട്ടിയില്ല, നിനക്ക് ഈ RCM കിട്ടിയുള്ളൂ അല്ലെ, നിനക്ക് ഈ ഉപ്പും മുളകും മല്ലിയും വിറ്റ് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ, മര്യാദക്ക് IT പ്രൊഫഷനിൽ ജോലി ചെയ്തിരുന്ന നീയല്ലേ, നീ എന്തിനാ ഇങ്ങനെ, അങ്ങനെ പലരും നമ്മളെ കല്ലെടുത്തെറിയും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട, അത് അവരുടെ കാര്യം. നമ്മൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, RCMൽ മുന്നേറണം. RCMൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. തനിച്ചല്ല, നമ്മുടെ ടീമിന്റെ കൂടെ, ടീമിനെയും ചേർത്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഈ RCMൽ മുന്നേറാനായിട്ട് സാധിക്കണം. നമ്മളുടെ ടീമിലെ ഓരോരുത്തരുടെയും ബെസ്റ്റ് വെർഷൻ ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആക്ഷൻ ആണ്. ചുമ്മാ നമ്മുടെ ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട് കുറെ ബുക്കിൽ എഴുതിയെടുക്കും. ആ സമയത്ത് കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് കൈയടിക്കും. ചിലപ്പോൾ 2 വാചകം നമ്മൾ സ്റ്റേജിൽ കയറി എന്ന് പറയും, കഴിഞ്ഞു കഥ. വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ പോലെ. അങ്ങനെയല്ല, ആ പറയുന്നതിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം അപ്പൊ തന്നെ. ഒന്നുമില്ലെങ്കിൽ അന്ന് തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം, ഒന്നുമില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മളൊന്ന് വിളിച്ചൊരു ആക്ഷൻ ചെയ്യുക. അങ്ങനെ ആക്ഷൻ ആക്ഷൻ ആക്ഷൻ, സജി സാർ എപ്പോഴും പറയും ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ആ ആക്ഷൻ ചെയ്യണം. നമ്മൾ ഒരു കാലം, ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കണം. ആ മുന്നോട്ട് വെച്ചാൽ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഒരു ഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അത് കിട്ടിയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിലും സ്ട്രോങ് ആണ് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട് പല ജീവിത സാഹചര്യങ്ങളിലും. പക്ഷെ നമ്മൾ തന്നെയാണ് പിന്നെയും അത് എത്ര പേര് നമ്മളെ ആശ്വസിപ്പിച്ചാലും നമ്മൾ തന്നെ വിചാരിക്കണം അത് റിക്കവർ ചെയ്ത് വരാനായിട്ട്. നമ്മൾ സ്ട്രോങ് ആണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ശക്തി ഉണ്ട് ശരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ ആർക്കും തന്നെ RCMൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യും.
അത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമുക്ക് ഡയമണ്ട് ആകണം, അല്ലെങ്കിൽ നമുക്ക് എമറാൾഡ് ആകണം, സ്റ്റാർ എമറാൾഡ് ആകണം. അതിന് നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, ആക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രതീക്ഷയോടെ വർക്ക് ചെയ്യുക. നമ്മളിലേക്ക് എത്തും സ്റ്റാർ എമറാൾഡും ഡയമണ്ടും ഒക്കെ. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ആരും അത്ര വലിയ വലിയ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരൊന്നല്ല. നമ്മൾ RCMൽ വന്നിട്ട് മുമ്പ് എന്ത് കഴിവുണ്ടായിരുന്നു അതൊന്നും RCMൽ വില പോവുകയില്ല. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആകട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ. ഒരു പ്രത്യേകിച്ച് സ്ത്രീകള് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. തികച്ചും എല്ലാ പുരുഷന്മാരെയും വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാന്. പക്ഷെ സ്ത്രീകളുടെ കാര്യം നമുക്ക് ഏർണിങ്സ് കൊണ്ടുവരാനായിട്ട്, ഇപ്പൊ വീട്ടിൽ വരുമാനം കൊണ്ടുവരാനായിട്ട് അച്ഛനുണ്ടായിരിക്കാം, ചിലപ്പോ സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം, ഭർത്താവ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരണം, സ്ത്രീകളും. അത് അവർക്കും ഒരു സപ്പോർട്ടാണ്. അതിനുവേണ്ടി നമ്മളെ മനസ്സിലാക്കണം, നമ്മളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ RCM ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, ലീഡേഴ്സിനെ നമ്മൾ അനുസരിക്കണം, അവർ പറയുന്നത് എടുക്കണം. ഇതിലൂടെ ഒക്കെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും കൂടുതൽ ഊർജത്തോടെ എനർജിയോടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വെല്ലുവിളികളെ നമുക്ക് നേരിടാനായിട്ട് പറ്റണം. ഓരോ നിമിഷവും നമ്മൾ ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെ മുന്നേറണം. നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകണം RCMല്, അയാളോട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ അതിനൊക്കെ നമ്മൾ വളരെ തന്മയത്വത്തോടെ തന്നെ അതിനെ തരണം ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ എത്തേണ്ട സമയത്ത് എത്തേണ്ടടുത്ത് എത്തിയിരിക്കണം. അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ എത്തിയിരിക്കും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇപ്പോഴും. നമ്മൾ ഫുൾ ടൈം, അതായത് ഏത് സമയം നമ്മൾ RCMനെ കുറിച്ച് പറയുക, RCMനെ കുറിച്ച് ചിന്തിക്കുക, RCMനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുക. ആരെ കണ്ടാലും നമ്മൾ RCM പറയുക. നമ്മുടെ ലീഡേഴ്സ് പറയും, പുറത്ത് നമ്മുടെ റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിനോടും നമുക്ക് RCM പറയാന്ന്. അത്രയ്ക്കും നമ്മൾ RCMനെ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് RCMല് വലിയൊരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ തന്നെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമ്മൾ കുറച്ച് അധ്വാനിക്കണം. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ശരിക്കും നമ്മൾ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെർമിനേറ്റ് ആയ ഐഡികള് അതന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ PV കയറി വരുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ടെർമിനേറ്റ് ഐഡികളെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ PV കയറി വരുന്നത് ഒരു 100 PV കിട്ടി, അതായില്ലേ. PV എങ്ങനെ നമ്മുടെ ടീമില് ജനറേറ്റ് ചെയ്യിപ്പിക്കാം, എങ്ങനെ കൂട്ടാം, അതിലൂടെ എങ്ങനെ നമ്മുടെ ടീമിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാം, ഇതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോ ശരിക്കും ഞാനിപ്പോ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു വന്നു. നമ്മുടെ ഏറ്റവും അധികം, അതായത് ഏത് കുലത്തിലാണോ സ്ത്രീകളെ ബഹുമാനിക്കപ്പെടുന്നത്, ഏതു കുലമാണോ സ്ത്രീകൾക്ക് വേണ്ട ഒരു സ്ഥാനം നൽകുന്നത്, ആ കുലങ്ങൾ എന്നും യശസ്സും കീർത്തിയും ആർജിക്കുന്നാണ് പറയാ. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ RCM എന്ന ഈ പ്രസ്ഥാനം. വുമൺ എംപവർമെന്റ് RCMന്റെ ലക്ഷ്യങ്ങളില് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ലക്ഷ്യമാണ് വുമൺ എംപവർമെന്റ്. അതില് നമുക്ക് TCGയുടെ മകളായിട്ടുള്ള പ്രിയങ്ക മാം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കീസോൾ എന്ന് പറഞ്ഞ സെഗ്മെന്റ്. ആ സെഗ്മെന്റിലൂടെ ഇന്ന് ധാരാളം സ്ത്രീകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയായിട്ട് ഒന്നും ചെയ്യാൻ ഇല്ലാതെ, എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇന്ന് കീസോളിലൂടെ മുന്നോട്ട് വന്നിട്ട് ഇന്ന് വലിയ വലിയ അച്ചീവ്മെന്റിലേക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത, അവർ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അംഗീകാരങ്ങൾ, സാമ്പത്തിക നേട്ടവും ആരോഗ്യവും അവരുടെ ആ ഒരു എന്താ പറയാ അപ്പിയറൻസിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനും
അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക്, 1 കോടിയിലധികം സ്ത്രീകളെ ഇത്തരം ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രിയങ്ക മാഡത്തിന്റെ വലിയൊരു വിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി എല്ലാവരും ആ ഒരു കീസോൾ സെഗ്മെന്റ് ശരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് കൂടുതൽ അതിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു നവോത്ഥാനം, അതായത് ഇന്ത്യയുടെ ഒരു നവഭാരത നിർമ്മാണത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. RCMനെ നമ്മളൊരു ബിസിനസ് ആയിട്ട് കാണാതെ ഇതൊരു നവഭാരത നിർമ്മാണത്തിന് നമ്മളെല്ലാവരും പങ്കാളിയാവുക എന്നുള്ള ആ ഒരു നല്ല മനസ്സ് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ ഓരോരുത്തരും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. നമ്മളിതിൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ ലീഡേഴ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ട്. അത് നമ്മള് നിന്നിടത്ത് തന്നെ നിൽക്കാതെ കൂടുതൽ ഊർജത്തോടെ ടീം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ശരിക്കും 20-ലധികം സെഗ്മെന്റുകൾ, അതായത് ശരിക്കും നമ്മൾ പറയുമ്പോൾ 13 സെഗ്മെന്റ് എന്നൊക്കെയാണ് പറയുക. പക്ഷെ ശരിക്കും അത് ഇതാക്കി പറയുമ്പോൾ ശരിക്കും 20-ലധികം സെഗ്മെന്റ് നമ്മുടെ RCMലുണ്ട്. ഇത്രയും സെഗ്മെന്റുകൾ നമുക്കുള്ളപ്പോ അതിൽ നമുക്ക് എല്ലാ സെഗ്മെന്റിലും ചിലപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ഏതാണ്? എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് എനിക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് ആണ്. ഞാൻ ഇപ്പൊ ഒരു ആളെ കാണാൻ പോകുമ്പോ ആരോഗ്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ ആദ്യം തന്നെ ഞാൻ അധികമൊന്നും സംസാരിക്കില്ല. ഞാൻ ആദ്യം അവരെ കാണുമ്പോൾ അവരോട് കുശലാന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ കേൾക്കാനായിട്ട് ആദ്യം മനസ്സ് കൊടുക്കും. അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ദിനചര്യകൾ എന്തൊക്കെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെ വളരെ സ്വീകാര്യമുള്ള ഒരു മനസ്സോടുകൂടി തന്നെ ഞാൻ അത് കേട്ടിരിക്കും. അവരുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു അപ്പൊ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും. ശരിക്കും നമ്മളെ കേൾക്കാനുള്ള ഒരു മനസ്സ് അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഓരോന്നും പറഞ്ഞു തുടങ്ങുക. അപ്പോഴും ഞാൻ RCMലേക്ക് എത്തില്ല. ആദ്യം ഞാൻ ആരോഗ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഒഴിവാക്കണം, ഭക്ഷണത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പതുക്കെ ഞാൻ RCMലേക്ക് കയറും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ട്സിലേക്ക് എത്തും. അതിനു മുമ്പ് ഞാൻ അവരുടെ ബോഡി സ്കാൻ ചെയ്യും. എന്റെ കയ്യിൽ ബോഡി സ്കാനർ ഉണ്ട്. അത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ബോഡി സ്കാനർ. അതില്ലാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയൊരു PV ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് സാധിക്കും. അപ്പൊ അതില്ലാത്തവർ അത് ഉടനെ തന്നെ അത് വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ NCC കോഴ്സ് ചെയ്യണം. ആ കോഴ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെന്ന് നമുക്കത് പറയാം. എനിക്ക് ആരെയും പേടിയില്ല സത്യം പറഞ്ഞ RCM പറയാനിപ്പോ. മുമ്പൊക്കെ നമുക്ക് പേടിയായിരുന്നു. കുറച്ചുകൂടി നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെക്കാളും ഉയർന്ന തലത്തിലിരിക്കുന്ന ആളുകളോട് RCM പറയാൻ അവർ അക്സെപ്റ്റ് ചെയ്യോ കേൾക്കുവോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആരെയും പേടിയില്ല. ഞാനിപ്പോ ലാസ്റ്റ് ടൈമില് ഞാനിപ്പോ ഒരു ഓർത്തോ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ശ്രീജിത്ത് ഉണ്ട്. സാറിനോട് വരെ ഞാൻ BJ കൊണ്ട് ചെന്നിട്ടും RCMന്റെ ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ് കൊണ്ടുപോയി ചെന്നിട്ട് സാറിനോട് വരെ ഞാൻ RCM പറഞ്ഞു. സാർ പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു നോക്കി, BJ എടുത്തു നോക്കി, വായിച്ചു, നല്ലതാന്ന് പറഞ്ഞു. സാർ അതിന്റെ പ്രോട്ടീൻസും നൂഡിൽസ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് ഒരിക്കലും ഒരു മുൻവിധിയോട് കൂടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നവരെ കാണാൻ പോവരുത്. അവിടെ നമ്മള് ധൈര്യമായിട്ട് തന്നെ ചെയ്യുക. നമ്മളുടെ പ്രവൃത്തി നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ ലാസ്റ്റ് ഡേ കുറച്ച് ദിവസം മുമ്പ്, അതായത് ഈ ഓണത്തിന്റെ ഇടയിൽ തന്നെ ഞാനും എന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള നയനമേടും കൂടിയിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ പോയി ബോഡി സ്കാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കുറെ നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയത് ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ് ആണ് കൂടുതലും സെയിൽ ചെയ്യാൻ പറ്റിയത് 6300 സംതിങ്ങിന്റെ പ്രൊഡക്റ്റ് ആണ് ആ ഒരൊറ്റ ഫാമിലി വാങ്ങിയത്. സമയമെടുത്തു, പക്ഷെ കുഴപ്പമില്ല, 3 മണിക്കൂർ.
3 മണിക്കൂർ RCM അല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് സമയം ഞാൻ അവരെ കേട്ടിരുന്നു, പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു, അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് സാധിക്കും. നമ്മൾ പറഞ്ഞാൽ ആളുകൾ എടുക്കും. നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും, അത് റിജക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, നോ പ്രോബ്ലം. എനിക്കും പലരും റിജക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഞാൻ പിന്നെയും കൂടുതൽ ആളുകളെ കാണാൻ പോകും, പ്രൊഡക്ട്സ് കൊടുക്കും, പറയും. അപ്പൊ കൂടുതലും എനിക്ക് നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മനസ്സുമായിട്ട് പോകുമ്പോ കൂടുതൽ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ എനിക്ക് പോസിറ്റീവ്സ് ആണ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ ടീമിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ടീമിലുള്ളവരും എല്ലാവരും തന്നെ ആ ഒരേ എനർജി ലെവലിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരു കൂട്ടായ പ്രയത്നമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരാളെ കാണാൻ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോണേ. ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാവരും 2-3 പേര് ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഒരു ബലം കൂടും, ഒരു ശക്തി കൂടും, നമുക്ക് അവിടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടും. ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മൾ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ പറഞ്ഞത് വീട്ടിലെ ചേച്ചി 9 വർഷത്തോളമായിട്ട് ഡിപ്രഷന് രാത്രി ഗുളിക കഴിച്ചു കിടക്കുന്ന ചേച്ചിയാണ്. അത് കഴിച്ചില്ലെങ്കിൽ ആ ചേച്ചിയുടെ ബ്രെയിനിലൊക്കെ ഇങ്ങനെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടി വലിഞ്ഞ് ആ ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഭയങ്കര മാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ചേച്ചി പോകുന്ന പറഞ്ഞു. അതുപോലെ തന്നെ ആ ചേച്ചിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോ ഒരു ഭക്ഷണം തൃപ്തിയായില്ലെങ്കിൽ ആ ചേച്ചിക്ക് അപ്പൊ തലവേദന വരും. ഈ ഡിപ്രഷന്റെ ടൈമിലും ആ ചേച്ചിക്ക് അപ്പൊ തലവേദന വരും. ഈ ഗുളിക കഴിച്ചില്ലെങ്കിൽ ആ ചേച്ചി ചത്തുപോകുന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്ന ചേച്ചിയോട് ഞാൻ ആ ഗുളിക എടുക്കാൻ പറഞ്ഞിട്ട് ആ ഗുളിക കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ചേച്ചിയുടെ ശത്രുവാണ്, ഇത് ചേച്ചി അടുത്ത് വെച്ചോ, കുറച്ച് ദൂരെ ആയിട്ട് വെച്ചോ, ഒരു ധൈര്യത്തിന്. ഇത് കഴിക്കുമ്പോ ചേച്ചി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാര്യങ്ങൾ കൃത്യമായി ആ ചേച്ചിയെ ശരിക്കും കൗൺസിൽ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ പറഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ ഓഗസ്റ്റ് 3-ാം തീയതി ആ ചേച്ചിക്ക് പ്രൊഡക്ട്സ് കൊടുത്തിട്ട് അന്ന് മുതൽ ആ ചേച്ചി ഈ ദിവസം വരെ സെപ്റ്റംബർ 18-ാം തീയതി ആയി, ഇന്നിപ്പോ രാത്രി വരാൻ പോണുള്ളൂ, കഴിഞ്ഞ ദിവസം രാത്രി വരെ ആ ചേച്ചി ആ ഗുളിക ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു സ്ലിപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിനിടയിൽ 1-2 തവണ ഞാൻ അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവർ ഭയങ്കര എനർജറ്റിക് ആണ്. അതവരുടെ മാനസികമായിട്ടുള്ളൊരു ഇതായിരുന്നു. അവർക്കത് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ കയ്യില് ഗാമ ഒറൈസനോൾ ഉണ്ട്, അതുപോലെ ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് വെജൊമേഗ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് DHA 200, ഇതൊക്കെ അവര് കഴിച്ചു തുടങ്ങി. അവര് തവിടെണ്ണ കുടിക്കുന്നുണ്ട്. അവര് രാത്രി ഗുളിക കഴിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയാണ് അവർ ഉറങ്ങുന്നത്. 12 മണിക്ക് ശേഷം കിടന്നിരുന്ന ആ ചേച്ചി ഇപ്പോ 10-10:30 ആകുമ്പോ ഉറങ്ങാൻ പറ്റുന്നു. രാവിലെ അവര് 6 മണിക്ക്, മറ്റേത് 8 മണിക്കാണ് എഴുന്നേറ്റിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അറിഞ്ഞുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരോട് സംസാരിച്ച് അവരെ നമുക്ക് മാറ്റിയെടുത്ത്, ഒരിക്കലും നമ്മൾ അവരെ പറ്റിക്കുന്നതല്ല, യാഥാർത്ഥ്യമാണ്, സത്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അതിന്റെ തെളിവുകളാണ്. നമുക്ക് ഓരോ എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തവരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ HB കൂടും. എന്റെ HB ഇപ്പൊ നോക്കുമ്പോ 14.5 ആണ്, അല്ലെ? സാധാരണ സ്ത്രീകളുടെ ഒക്കെ നോക്കുമ്പോ എത്രയാണ്? ബിലോ 11 ആണ്, ബിലോ 10 ആണ് പലരുടെയും. അപ്പൊ അവരോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പറയുമ്പോ അവർക്കത് തോന്നുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവർ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ കാര്യമാണ് എന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്ട്സും നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അത് നമ്മൾ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും നമുക്കിത് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ന്യൂട്രിചാർജ് കിഡ്സിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് 2 മാസം മുമ്പ് മഞ്ഞപ്പിത്തം, ബില്ലുറൂബിൻ ബ്ലഡിൽ കൂടുതലായി. പേടിച്ചു ശരിക്കും. മഞ്ഞപ്പിത്തം വന്നാൽ ലിവറിനെ എഫക്ട് ചെയ്യും, ഇല്ലേ? ഞാൻ പെട്ടെന്ന് തന്നെ ആരും അറിയാതെ തന്നെ ഫുൾ ബോഡി ചെക്കപ്പ് വെറുതെ ചെയ്തതാണ്. അപ്പോഴാണ് അതിൽ അറിഞ്ഞത്. വേഗം തന്നെ ഡോക്ടറെ കണ്ടു, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്.
അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ ഒരു ആശങ്ക ഞാൻ പറയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അമല ഹോസ്പിറ്റലിൽ പോയി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 1. അപ്പൊ ചോദിക്കും, നിങ്ങൾ RCM പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിന് കാരണം പറയാം. ഞാൻ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്നതിന് കാര്യം എന്താന്ന് വെച്ചാല്, ഞാന് 13 വർഷത്തോളം കുട്ടികളില്ലാത്തതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 5 ഇഞ്ചക്ഷൻ 85,000 രൂപ 5 ആഴ്ച അടുപ്പിച്ചെടുക്കും. എന്തായിരിക്കും നമ്മുടെ ബോഡിയുടെ സ്ഥിതി? എല്ലുകൾ മൊത്തം നുറുങ്ങും, മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും, മുടി മുഴുവൻ നരയ്ക്കും. എനിക്ക് ലങ്സിനാണ് അത് എഫക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിച്ചതിന്റെ ഫലമായിട്ടാണ് അത് എന്റെ ലിവറിനെ ഫാറ്റി ലിവർ ആക്കി തീർത്തത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നു. ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ മറ്റൊരു അസുഖം വേറെ വരികയാണ് ചെയ്യണം. അപ്പോ അങ്ങനെ ഫാറ്റി ലിവർ വന്നു. ഞാന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുക? നമ്മുടെ രാജൻ സാറിനെ വിളിച്ചു. സാർ പറഞ്ഞു, ഡോൺ വറി. അപ്പൊ തന്നെ എന്റെ അസുഖം പകുതി പോയി. സാർ പറഞ്ഞു, തവിടെണ്ണ കൃത്യമായിട്ട് കുടിക്കുക, അതുപോലെ തന്നെ ബയോഏജ് കഴിക്കാൻ. ബയോഏജ് ഞാൻ 2 ബോക്സ് കഴിച്ചു. ഇപ്പോ ഞാൻ എന്റെ ബ്ലഡ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തു. 8-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് അതിന്റെ റിസൾട്ട് ഒന്ന് ബില്ലുറൂബിൻ നോർമലാണ്. ഇപ്പൊ ഫാറ്റി ലിവറിന്റെ അറിയാനായിട്ടില്ല. ഒരു 2 months കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അൾട്രാസൗണ്ട് ചെയ്യാൻ. അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ബയോഏജ് ഈസ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ശരിക്കും ബയോഏജ് കഴിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല. ചെറുതായിട്ട് കാലിലൊരു വലിയ കുരു പോലെ വന്നിരുന്നു, അത് പൊട്ടിപ്പോയി. അതാണ് എന്റെ ടോക്സിൻ ഉണ്ടായിരുന്നത് എന്റെ ശരീരത്തിൽ. വേറെ ഒന്നും പ്രശ്നം തോന്നിയില്ല. ബയോളജി ഞാൻ 2 ബോക്സ് കഴിച്ചു. അതിപ്പോ കഴിച്ചുകൊണ്ടിരുന്ന് കഴിയാറായി. 2ാമത്തെ ബോക്സ് ഇനി അടുത്ത് വാങ്ങിക്കണം. അപ്പൊ അത് 1 മാസത്തേക്ക് 30 ഗുളികയാണുള്ളത്. ഒരു ദിവസം ഒരെണ്ണാണ് നമ്മളത് കഴിക്കുക. രാത്രി ഭക്ഷണ ശേഷം നമ്മൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ബയോളജി എടുക്കേണ്ടത്. അതെടുത്തു കഴിഞ്ഞാലും ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പാടും. ഇങ്ങനെയാണ് ബയോളജി ശരിക്കും കഴിക്കേണ്ടത്. ബയോഏജ് ശരിക്കും 72 ന്യൂട്രിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബയോഏജ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ള ഇത് ബയോ ഏജ് അല്ലെ. നമ്മുടെ ഏജിനെ പതുക്കെയാക്കും. 1ാമത്തെ കാര്യം. നമ്മുടെ ബോഡിനെ മൊത്തം ഫിൽട്ടർ ചെയ്യും. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ടോക്സിൻ മൊത്തം റിലീസ് ചെയ്യും. നമ്മുടെ ലിവറിനെ ശരിക്കും ഒരു പുതിയ ലിവറാക്കി മാറ്റും. അതിന് ഉദാഹരണമാണ് ഞാൻ ഇനി ഏതെങ്കിലും ഫിസിക്കൽ മീറ്റിംഗിൽ വരുമ്പോൾ എന്റെ റിസൾട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ അത് ഡോക്ടർ രാജൻ സാർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. മഞ്ഞപ്പിത്തം ഇനി ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ളവർക്കോ നിങ്ങൾക്ക് ഈ ഒരു ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് സാർ എന്നോട് പറഞ്ഞത്, ഒന്ന് നമ്മുടെ ഇത് പൂവരശ് എന്ന് പറഞ്ഞിട്ടൊരു പൊടി, ഒരു ഇല ഉണ്ട്, അത് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ പൊടി കിട്ടും. സാർ അതെനിക്ക് തന്നിരുന്നു. ആ പൊടി വെള്ളത്തില് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ആ പൊടി ഇട്ട വെള്ളം നമ്മൾ കുടിക്കുക സ്ഥിരമായിട്ട്. പിന്നെ കീഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നെല്ലിക്കയുടെ ഇല പോലെയാണ് കാണുമ്പോൾ. ഇത് നേരെ ഒരു പുളിപ്പും ചവർപ്പൊക്കെ ഉണ്ട്. ആ ഇല നമ്മൾ ചവച്ചരച്ച് കഴിക്കാം. അത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ്, ലിവറിനും നല്ലതാണ്. പൂവരശ് ലിവറിനെ ഫിൽട്ടർ ചെയ്യാൻ സൂപ്പറാണ്. അതുപോലെ നമ്മൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഉപ്പ് നന്നായിട്ട് കുറയ്ക്കാൻ പറഞ്ഞു. ഉപ്പിന്റെ ഉപയോഗം. പഞ്ചസാര നമ്മൾ ഓൾറെഡി കഴിക്കാറില്ല. പിന്നെ അതുപോലെ നോൺ വെജും ഞാൻ കഴിക്കാറില്ല. മത്സ്യം കഴിക്കാറുണ്ടായിരുന്നു, അത് തൽക്കാലത്തേക്ക് നിർത്തി. മുട്ട നിർത്തി. അങ്ങനത്തെ പ്രോട്ടീനൊക്കെ കുറച്ച് സമയത്തേക്ക് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ശരിക്കും ഫോളോ ചെയ്തു. റോ ഫുഡ് ഒരു നേരം കഴിക്കാൻ പറഞ്ഞു രാത്രി. അപ്പൊ രാത്രി മുഴുവൻ എന്തെങ്കിലും പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വേവിക്കാത്ത വല്ല സാലഡോ അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. മറ്റേത് എനിക്ക് ചോറ് തന്നെ വേണമായിരുന്നു. ചോറ്. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം നമ്മുടെ ലൈഫിലില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ RCMല് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ RCMന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. എന്തിനേക്കാൾ എന്ന് വെച്ച് നമ്മുടെ ഫാമിലിനെ തഴയണം എന്നല്ല പറഞ്ഞത്. ഫാമിലിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ RCMന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ആ ഒരു നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് എത്താനായിട്ട് സാധിക്കും.
അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു നിറഞ്ഞ മനസ്സോടെ, ആത്മാർത്ഥയോടെ, കൂടുതൽ ശക്തിയോടെ, കൺസിസ്റ്റൻസിയോടെ, ആക്റ്റീവായിട്ട്, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് RCM കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്, ലോകോ സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് ഇവിടെ സംസാരിക്കാനായിട്ട് എന്നെ പ്രാപ്തരാക്കിയ എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ ഇവിടെ നമിക്കുന്നു. ജയ് RCM, ഗുഡ് RCM.